പണ്ടത്തെ PSC എക്സാമിന് പണ്ടത്തെ പോലീസിൻ്റെ എക്സാം വരുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിരുന്നു. നമ്മൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടും, ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കൊക്കെ ജോലി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ ഇപ്പോൾ എന്താണ് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു ഇതിൽ നിന്നും മാറി. ലിസ്റ്റിൽ വരുന്ന ആദ്യ കുറച്ച് പേർക്ക് ഏകദേശം 10, 300, 400, 500 പേർക്ക്, 500 വരെയൊക്കെ മാക്സിമം ഇപ്പോൾ പോകുന്നുള്ളൂ. അത്രയും പേർക്കാണ് ഇപ്പോൾ CPO എക്സാമിൽ നിന്നുള്ള അഡ്വൈസുകൾ പോകുന്നത്. അത്രയും കുറവായിപ്പോയി. പരീക്ഷയുടെ നിലവാരവും മാറി, അതേപോലെ തന്നെ എടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ CPO എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആദ്യത്തെ ഒരു 400 റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യം 300 റാങ്കിനുള്ളിൽ 200 റാങ്കിനുള്ളിലൊക്കെ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ 200, 300 റാങ്കിനുള്ളിൽ വരാനാണ് നമ്മൾ പഠിക്കേണ്ടതും കഠിനാധ്വാനം ചെയ്യേണ്ടതും. ഇപ്പോൾ CPO എക്സാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും 20 മാർക്കിനുള്ള ചോദ്യമാണ് ഉണ്ടാവുക. IPC, CRPC, കേരള പോലീസ് ആക്ട്, IT ആക്ട് ഇതേപോലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 20 മാർക്കിന് തീർച്ചയായിട്ടും ചോദിക്കുകയും ചെയ്യും. നമുക്ക് 20 മാർക്കും നേടിയെടുക്കാവുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കെന്താണ് 20 മാർക്ക് മുഴുവനും ആ 20 മാർക്ക് തന്നെ ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്, കേരള പോലീസിൻ്റെ എക്സാമിനുള്ള സ്പെഷ്യൽ ടോപ്പിക്ക്. അതേപോലെ തന്നെ അടുത്തതാണ് മലയാളമുണ്ട്. ഇതിനകത്ത് മലയാളം 10 മാർക്കിനുണ്ട്, ഇംഗ്ലീഷ് 10 മാർക്കിനുണ്ട്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 10 മാർക്കിനുണ്ട്. ഈ പറയുന്ന മലയാളം, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് ഇതൊക്കെ നമുക്കെന്താണ് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്, മലയാളം 10 മാർക്ക്, അതേപോലെ തന്നെ ഈ പറയുന്ന ഇംഗ്ലീഷ് 10 മാർക്ക്, ഇതൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് എത്രയും 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 44 എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ്, അതിന് മേളിലായിരുന്നു ബാക്കിയുള്ള ജില്ലകളുടെയൊക്കെ കട്ട് ഓഫ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത്രയും ഭാഗം നോക്കിയാൽ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആ സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഇത്രയും നോക്കി ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 50 മാർക്കോളം നിങ്ങൾക്ക് കൺഫേം ആണ്. ഇതിൽ നിന്ന് ഒരു 2, 3, 4 മാർക്ക് പോയാലും ബാക്കി 46 മാർക്ക് നമുക്ക് ഷുവറാണ്. അടുത്ത പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയിൽ നിന്നും 8 മാർക്കിനാണ് ചോദിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ നിന്നും 8 മാർക്കാണ്. അതും സ്ഥിരമായി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, അത് പഠിക്കുക. അതേപോലെ ആ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സമയം നമുക്കുണ്ട്. അത് ഭരണഘടനയിൽ നിന്നും 8 മാർക്ക് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിൽ നിന്ന് 3 മാർക്കിനാണ് ചോദ്യം. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. നമുക്ക് കറണ്ട് അഫയേഴ്സ് ഏതൊരു PSC എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നതാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ പേർക്ക് പഠിക്കാൻ മടിയായിരിക്കും കറണ്ട് അഫയേഴ്സൊക്കെ. അപ്പോൾ അത് 10 മാർക്കിനാണുള്ളത്, അതാരും വിട്ടുകളയരുത്. ആ കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന പരീക്ഷയ്ക്ക് CPO എക്സാമിന് വളരെ നിർണായകമായിരിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ആ ഒരു ചുവടുവെപ്പിനുള്ള വളരെ നിർണായകമായ ഒരു സാധനമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനവും, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഇത് 3 കൂടി 21 മാർക്കായി. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു 50 മാർക്ക് പറഞ്ഞിരുന്നു, ഇപ്പം എന്തായി 21 മാർക്ക്, മൊത്തം 71 മാർക്ക്. ഇത്രയും മതി. ഈ 71 മാർക്ക് നമുക്ക് നേടാൻ സാധിക്കും. ഇതിനകത്ത് ചിലപ്പോൾ ഒരു 5 മാർക്ക് നമ്മൾ കുറച്ചാലും ബാക്കി നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു റാങ്കിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾ ഇത് പഠിച്ചിട്ടേ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാവൂ. വേറൊന്നുമല്ല, ചിലരുണ്ട് ചരിത്രം, ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി തന്നെ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും, ജോഗ്രഫി തന്നെ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി പഠിക്കുന്നു, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നു, വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നു, ഇങ്ങനെയല്ല നിങ്ങളുടെ പഠിത്തം പോകേണ്ടത്. നേരെ മറിച്ച് സിലബസിനനുസൃതമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന ചരിത്രത്തിൽ നിന്നും മൊത്തം കൂടി വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി മൊത്തം 5 മാർക്കാണ്. ഇതിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ബോണസാണ്. ഭൂമിശാസ്ത്രം 5 മാർക്കാണ്, അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അഡ്വാൻസ് ആണ്. അതേപോലെ തന്നെ എക്കണോമിക്സ്, അതിൽ നിന്നും 5 മാർക്കിനുണ്ട്, അതും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്, വളരെ വളരെ അഡ്വാൻസ് ആണ്. അപ്പോൾ
അത് കഴിഞ്ഞ് ജീവശാസ്ത്രം, അതിൻ്റെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്കിനുണ്ട്. ഫിസിക്സ് 3 മാർക്കിനുണ്ട്. കെമിസ്ട്രി 3 മാർക്കിനുണ്ട്. ആർട്സ് ആൻഡ് കൾച്ചർ 4 മാർക്കിനുണ്ട്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിച്ചാൽ, ഞാൻ പറഞ്ഞ ആദ്യത്തെ 71 മാർക്കിനുള്ള ടോപ്പിക്ക് ഏതൊക്കെയാണ്? സ്പെഷ്യൽ ടോപ്പിക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 50 മാർക്ക്. കേരളം ഭരണവും ഭരണ സംവിധാനവും അതേ 3 മാർക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്. അതേപോലെ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്തിട്ടേ ബാക്കി ഇതിലേക്ക് കടന്ന് ചിന്തിക്കാവുള്ളൂ. ഇത്രയും ആദ്യം പറഞ്ഞ ആ ഭാഗം ക്ലിയർ ചെയ്താൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ആ ജോലി ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഏത് ബറ്റാലിയൻ വെക്കണം എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ നിയമനം നടക്കാറുള്ളത് SAPയിൽ തന്നെയാണ്. തിരുവനന്തപുരം SAPയിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കാറുള്ളത്. കട്ട് ഓഫും അത്യാവശ്യം വരാറുണ്ട്. SAP തിരുവനന്തപുരം ബറ്റാലിയനിലെ SAP സ്പെഷ്യൽ ആംഡ് പോലീസ്, അതിൽ അത്യാവശ്യം കട്ട് ഓഫ് വരാറുണ്ട്. അതേപോലെ എയർ ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത് വളരെ എളുപ്പം തന്നെ നടക്കാറുണ്ട്. ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ 3-4 വർഷം അത്രേ പോകുള്ളൂ. 3 വർഷമൊക്കെ കഴിയുമ്പോൾ എയർ ട്രാൻസ്ഫർ നടന്നു പോകാറുണ്ട്. അത് കഴിഞ്ഞ് KAP3 നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട 3 ജില്ലകൾ ഉൾപ്പെടുന്നതാണ്. അത്യാവശ്യം കട്ട് ഓഫ് 40-46 മേളിൽ കട്ട് ഓഫ് വരുന്ന ജില്ലയാണ്, ബറ്റാലിയനാണ് KAP3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആലപ്പുഴ ജില്ലയിൽ എയർ ട്രാൻസ്ഫർ അതിവേഗം നടക്കാറുണ്ട്. മറ്റ് 2 ജില്ലകളിലും എയർ ട്രാൻസ്ഫർ കുറച്ച് പതുക്കെ നടക്കാറുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് KAP ഫസ്റ്റ് ബറ്റാലിയൻ എറണാകുളം എയർ ട്രാൻസ്ഫർ വളരെ പതിയെ പോകാറുള്ളൂ. ഒരു 6 വർഷം 7 വർഷം എടുക്കാറുണ്ട് പൊതുവേ ഈ KAP ഫസ്റ്റിൽ നിന്ന് എയർ ട്രാൻസ്ഫർ നടക്കാനായിട്ട്. അപ്പോൾ അതും കുറച്ച് സമയം എടുക്കുന്നതാണ്. പിന്നെ KAP സെക്കൻഡ് സംബന്ധിച്ചിടത്തോളം പാലക്കാട്, തൃശ്ശൂർ പെട്ടെന്ന് എയർ ട്രാൻസ്ഫർ നടക്കാറുണ്ട്. സെക്കൻഡിൽ എന്താണ് പാലക്കാട് കുറച്ച് പതിയെ എയർ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളൂ. അതേപോലെ തന്നെ MSP വളരെ ആളുകൾ എടുക്കുന്ന മറ്റൊരു ബറ്റാലിയനാണ് MSP. അത്യാവശ്യം നിയമനങ്ങൾ നടക്കാറുണ്ട്. കട്ട് ഓഫും അതേപോലെ തന്നെ അത്യാവശ്യം വരാറുണ്ട് കേട്ടോ MSPയിൽ. അത് കഴിഞ്ഞ് KAP4 നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ബറ്റാലിയൻ KAP4 കാസർഗോഡാണ് ആസ്ഥാനം. കാസർഗോഡ് KAP4 മങ്ങാട്ടുപറമ്പ്, കണ്ണൂർ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു ബറ്റാലിയൻ തന്നെയാണ് KAP4. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ ഓപ്ഷൻ നല്ലതാണ്. KAP4ൻ്റെ ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് KAP4. എയർ ട്രാൻസ്ഫറും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അവിടെ കണ്ണൂരും. അടുത്ത KAP5 എയർ ട്രാൻസ്ഫർ ഇടുക്കി, കോട്ടയം KAP5 എയർ ട്രാൻസ്ഫർ കുറച്ച് പതിയാണ് അവിടെ പോകുന്നത് KAP5. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ജില്ല. തിരുവനന്തപുരംകാരാണെങ്കിൽ SAP തന്നെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇല്ലെങ്കിൽ പിന്നീട് ജോലി നമുക്ക് ഒന്നാതെ അറിയാലോ, പോലീസിൻ്റെ ജോലി ഭാരമൊക്കെ നിങ്ങൾക്കറിയാലോ. ലീവും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ പറയുന്ന ലീവ് എടുത്ത് അവിടെ വീട്ടിൽ വരുമ്പോഴായിരിക്കും തിരിച്ച് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എപ്പോഴും അടുത്തുള്ള ബറ്റാലിയൻ ഏതാണോ അത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.